അപ്പം എൻ്റെ അനിയത്തി +2 കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവൾക്കൊരു ആഗ്രഹം വേറെ പഠിക്കാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെന്ന് ഒരു താല്പര്യം. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ് നമ്മുടെ രാമനാട്ടുകരയുള്ള നമ്മുടെ YSM കോളേജ്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അപ്പോൾ അതൊക്കെ കേട്ട് നോക്കി. പിന്നെ ഭാവിയിൽ എൻ്റെ മോള് ഇപ്പോൾ 8ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കുട്ടികൾ +2 കഴിഞ്ഞ കുട്ടികളെ ഇവിടെ ചേർക്കുന്നത്. പിന്നെ അവിടെ നമുക്ക് പ്രായപരിധി ഇല്ലാതെ നമുക്ക് പഠിക്കേണ്ട. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ കുറേ എന്താ പറയുക സ്റ്റുഡൻസിനെ നമ്മൾ കണ്ടു. അപ്പം നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. കുറച്ച് കൺഫ്യൂഷൻ ആയില്ലേ, കുറച്ച് ആൻസേഴ്സ് എന്ത് പക്ഷെ എന്നും ഇങ്ങനെ ഈസിയാണ് എക്സാം എഴുതി പോയാൽ മതി. ചെറിയൊരു ടെസ്റ്റ് ഒക്കെ വേണ്ടേ? ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് എക്സാം ഒക്കെ കഴിഞ്ഞു. അതേപോലെ കുറെ ആൾക്കാർക്ക് എന്ത് ചെയ്ത് ജോലി കിട്ടി. ജോലി കിട്ടാനുള്ള ഒരു പരിശ്രമത്തിലാണ്. എന്തായാലും കിട്ടും. നിങ്ങളെല്ലാവരും അടിപൊളിയാണ്, ഉഷാറായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനിയും ഇന്റർവ്യൂസ് നടന്നുകൊണ്ട് കാണാം. പിന്നെ ചിലപ്പോ ഒരു മാസമൊക്കെ കഴിഞ്ഞാലും അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് കയറിയതിന് ശേഷം എന്ത് ചെയ്യും, അവര് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ മനസ്സിലാവും. അപ്പോഴൊക്കെ നിങ്ങളെ വിളിക്കും. അപ്പൊ എവിടേക്ക് വിളിച്ചാലും പോവാ. 1 ഇയർ നിങ്ങളുടെ ട്രെയിനിങ് പീരീഡ് ആണ്. ആ എക്സ്പീരിയൻസ് എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, ഏത് ടോങ് ആണെങ്കിലും പോയി ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ നേടിയെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഉഷാറായിട്ട് അടുത്ത വർഷം എന്ത് ചെയ്യാം, പുറത്തേക്ക് അത് നമ്മളൊരു 1 ഇയർ പോലെ. ഇപ്പൊ ഈ 1 ഇയർ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നോ ഇല്ലേ? നല്ല ഉഷാറായില്ലേ നിങ്ങളെല്ലാവരും? നിങ്ങൾ വന്ന പോലെയാണോ അപ്പൊ നിങ്ങൾ ഇറങ്ങാൻ പോകുമ്പോ? അല്ല അല്ലെ, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ? നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് സംസാരിക്കാനായി, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആയി. നിങ്ങൾ ഇവിടെ നിന്നല്ല സ്കൂളിലേക്ക് കയറുമ്പോഴാണ് നിങ്ങൾ ഓരോന്നും ഫേസ് ചെയ്യാൻ എന്തായാലും വരുന്നുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതെല്ലാം എന്ത് ചെയ്യാം, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവാം. എന്നിട്ട് നല്ല ടീച്ചേഴ്സ് ആയിട്ട് ആ ടീച്ചർ ഉഷാറായി, അല്ലെങ്കിൽ ആ ടീച്ചർ അടിപൊളിയാണ്, ആ ടീച്ചർ പോലെ ആവണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവാം. അത്രയും നല്ല ക്യാരക്ടേഴ്സ് ആയിട്ട് മുന്നോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഓൾ ദി ബെസ്റ്റ്. മക്കളെ, ഫാറൂഖ് കോളേജ് റോഡ് രാമനാട്ടുകരയിലാണ്. അപ്പൊ ഇതാ 2ാമത്തെ ബിൽഡിങ്ങിൽ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് YSM ട്രെയിനിങ് കോളേജ്, ഫാറൂഖ് കോളേജ് റോഡ് രാമനാട്ടുകര കേട്ടോ. ഇതാ ഇവിടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോ ഇതാ 2 ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നല്ല ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ട്, നല്ല ട്രെയിനിങ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അല്ലേ, സത്യല്ലേ? പിന്നീട് ഇപ്പൊ നിങ്ങളെ കുട്ടികളെ വിളിക്കുന്നുണ്ട്, ജോബ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ട്രെയിനിങ്ങിന് പോയപ്പോ തന്നെ അവര് ക്ലാസ്സിലല്ലാതെ പുറത്തുനിന്ന് എവിടെ ഏത് ഗ്രൗണ്ടിൽ ഞങ്ങളെ കണ്ടാലും ഒക്കെ വിളിക്കും, മാം വിളിച്ച് ഓട്ടി വരും. ഭയങ്കര ഫീലാണല്ലോ. ഒരു ഫീല് വരക്കണം, ആ ഒരു ഫീൽ അങ്ങനെ ഒന്ന് വിളിക്കണമെന്ന് ആലോചിക്കും. ആ ഒരു ഫീലൊക്കെ നിങ്ങൾ വിളിക്കും, ഞാൻ ഹെഡായി എന്ന് പറയാം അല്ലേ, ഹെഡായി അങ്ങനെ പറഞ്ഞാണ്ട് നമ്മൾ വിളിക്കുന്ന സമയം വരും. ഒരുപാട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഓരോരുത്തരും ഞങ്ങൾക്ക് ജോലി കിട്ടി, ഞങ്ങൾക്ക് ജോലി കിട്ടി, ഓരോരുത്തരും ജോലി. പറഞ്ഞ പോലെയാണ് ടീച്ചിങ് എന്ന പ്രൊഫഷൻ മാത്രം കിട്ടുന്ന ഒരു റെസ്പെക്ട് ആണ്. ഹായ്, എന്റെ പേര് യാഷ്ല ഫിറോസ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് YSM ട്രെയിനിങ് കോളേജ്. ഞങ്ങളുടെ YSM ട്രെയിനിങ് കോളേജിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം വനിതകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സംരംഭമാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഒരുപാട് പഠിച്ചു പാതി വഴിയിൽ പഠനം നിർത്തേണ്ടി വന്നവരാണ് ഒരുപാട് സ്ത്രീകളും. അവർക്കായിട്ടാണ് ഈ ഒരു വാതിൽ ഞങ്ങൾ തുറക്കുന്നത്. മെയിൻലി ഞങ്ങൾ 3 കോഴ്സാണ് ഇവിടെ കൊടുക്കുന്നത്. ഒന്ന് മോണ്ടിസോറി മെത്തേഡ്, മോണ്ടിസോറി TTC, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്. ഞാനിവിടെ ഹാൻഡിൽ ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് പഠിച്ച് ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. 1 വർഷത്തെ കോഴ്സാണ്, ഡ്യൂറേഷൻ 1 വർഷമാണ്. അതിൽ 6 മാസം നമ്മളെ ക്ലാസ്സും 4 മാസത്തെ ഇന്റേൺഷിപ്പുമാണ്. 6 മന്ത് ക്ലാസ്സും 4 മന്ത് ഇന്റേൺഷിപ്പുമാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഇന്റേൺഷിപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിലും വിദേശത്തും ഉയർന്ന സാലറിയിൽ ജോലി ചെയ്യുന്നവരുമുണ്ട്. ഈ മേഖലയിൽ ഒരുപാട് സ്കോപ്പുള്ള ഒരുപാട് കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 ടൈപ്സ് ഓഫ് കോഴ്സസ് ആയിട്ടാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 3 മന്ത് ഫാഷൻ ഡിസൈനിങ്ങും അതുപോലെ 6 മന്ത് ഫാഷൻ ഡിസൈനിങ്ങും 1 ഇയർ മാസ്റ്റർ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സും അവൈലബിൾ ആണ്. ഏറ്റവും മെയിനായിട്ട് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇല്ലസ്ട്രേഷൻ, പാറ്റേൺ മേക്കിംഗ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
നമ്മൾ 1 year കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ വേരിയസ് ഓഫ് സ്റ്റിച്ചിങ് കട്ടിങ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ 1 year കോഴ്സ് കൊണ്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കോളേജിൽ 60ഓളം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലെ മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റൈൽസ് ട്രെയിനിങ്, IB. പൊതുവെ ഒരു കോളേജിൽ കൊടുക്കാത്ത കാര്യങ്ങളാണ് ടെക്സ്റ്റൈൽസ് ട്രെയിനിങ്, അതുപോലെ തന്നെ IB, അതുപോലെ സാരി ഡ്രൈപ്പിംഗ് ക്ലാസ്സസ്, അങ്ങനെ ഒരുപാട് എക്സ്ട്രാ ക്ലാസ്സസ് എന്ത് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും 100% സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, വിദേശത്തും നാട്ടിലും ഒരേപോലെ ജോലി സാധ്യതയുള്ള മോണ്ടിസോറി TTC, അതുപോലെ തന്നെ മോണ്ടിസോറി TTCക്ക് നമ്മൾ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 10 month കോഴ്സാണ് വരുന്നത്. അതിൽ ഇന്റർവ്യൂ ട്രെയിനിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വദേശത്തും ഒരേപോലെ ജോലി സാധ്യതയുള്ള കോഴ്സാണ് മോണ്ടിസോറി TTC. 100% പ്ലേസ്മെന്റ് സപ്പോർട്ടോട് കൂടിയിട്ട് ജോലി സാധ്യത ഏറെയുള്ള മോണ്ടിസോറി TTC ആണ് വൈസം ട്രെയിനിങ് കോളേജ് നിങ്ങൾക്ക് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ നിങ്ങൾക്ക് 100% ജോലി സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കാം. 10 മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ആണ്. അതിൽ മോട്ടിവേഷൻ ട്രെയിനിങ് ഉണ്ട്, ടീച്ചിങ് പ്രാക്ടീസുകളുണ്ട്, ഇന്റർവ്യൂ ട്രെയിനിങ്ങുകളുണ്ട്, അതുപോലെ തന്നെ ഡിഫറെന്റ് സ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള 10 month ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൂറ്, അതുപോലെ ആർട്സ് പ്രോഗ്രാംസ്, ഇതെല്ലാം കുട്ടികളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ മോണ്ടിസോറി TTC നടത്തുന്നുണ്ട്. അപ്പൊ നമ്മള് അഫ്ദലുലമ പഠിക്കുകയാണെങ്കിൽ 2 വർഷത്തെ കോഴ്സാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ 7 വർഷം, അല്ലെങ്കിൽ 5 വർഷം. 2 വർഷം പ്രിലിമിനറി, 3 വർഷം ഡിഗ്രി, 2 വർഷം PG, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ ഇത് എത്ര വർഷത്തെ കോഴ്സാണ് ഇസ്ലാമിക് TTC എന്ന് പറയുന്നത്? ഇത് 1 year കോഴ്സാണ്. അതുപോലെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ഇതിന് കിട്ടുന്നത്. അപ്പം അതുപോലെ എല്ലാ അറബിക് ടീച്ചേഴ്സിനും LP-യിലേക്ക് കയറാനുള്ള ഒരു ഒരുപാട് കുട്ടികൾ TTC കഴിഞ്ഞിട്ട് 1, 2, 4 ക്ലാസ് വരെ LP UP സെക്ഷനിൽ പഠിപ്പിച്ചു വരുന്നുണ്ട്. ഇവിടുന്ന് അങ്ങനെ ഇറങ്ങി ഒരുപാട് കുട്ടികളുണ്ടോ? 3 കുട്ടികൾ ഈ ബാച്ചാണ് ഞങ്ങളിപ്പോ കഴിഞ്ഞിട്ടുള്ളത്. മെയിൽ എക്സാം കഴിഞ്ഞവർ ചെയ്യുന്നുണ്ട്. എക്സാം കഴിഞ്ഞതിന് മുന്നേ വർക്ക് ചെയ്യാൻ കയറി വരുന്നുണ്ട്. മാഡം, പിന്നെ ഇവിടെ അല്ലേ +2 കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ നല്ല ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കാൻ പറ്റിയ നല്ലൊരു കോഴ്സ് ഉള്ളതാണ്. അപ്പോൾ അതറിയാൻ വേണ്ടി വന്നത്. എൻ്റെ അനിയത്തിക്ക് +2 കഴിഞ്ഞിരിക്കുകയാണ്. അവർക്കിപ്പോൾ ഇപ്പോൾ വേറെ ഒന്നും പഠിക്കാനായിട്ട് വലിയ താല്പര്യമില്ല. അപ്പം ഫാഷൻ ഡിസൈനിങ്ങിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അറിയാനും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കോഴ്സ് ഉണ്ടെന്ന് അറിയാനായിട്ട് വന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് കാരണം അങ്ങനെ ഞങ്ങൾ വന്നതാണ്. ഫാഷൻ ഡിസൈനിങ്ങിൽ ഇവിടെ 3 ടൈപ്പ് ഓഫ് കോഴ്സസ് ഉണ്ട് കേട്ടോ. 3 മാസം കൊണ്ട് പഠിക്കാം, 6 മാസം കൊണ്ട് പഠിക്കാം, അതുപോലെ 1 വർഷം കൊണ്ട് മാസ്റ്റർ ഡിപ്ലോമ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ആദ്യം നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്നത് നമ്മൾ പൊതുവെ എല്ലായിടത്തും നമ്മൾ പറയാം വലിയ കോഴ്സ് ചെയ്യണം. നിങ്ങൾ ആദ്യം പറയുന്നത് ഏറ്റവും ചെറിയ കോഴ്സായിട്ടുള്ള 3 മാസത്തിലേക്ക് കയറും. എന്നിട്ട് നമ്മൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം 1 month അതിലിരുന്ന് നോക്കും. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ക്യാഷ് തന്നിട്ട് നിങ്ങൾ തുടർന്നാൽ മതി. ഓക്കെ, അതേപോലെ നമ്മൾ ഇവിടുത്തെ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 8 വർഷത്തോളം 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ്. ടീച്ചർ 2 year ഡിപ്ലോമ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 2 yearലുള്ള കോഴ്സ് തന്നെ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 1 year ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലുസ്ട്രേഷൻ ആണ്. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് ചിത്രം വരച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് എവിടെ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ YSM ട്രെയിനിങ് കോളേജാണ് ഈ ഏരിയയിൽ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാമനാട്ടുകാരി കൊണ്ടോട്ടിയാണ് ഉള്ളത്. ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടൊക്കെ പഠിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 1 year സ്റ്റുഡൻസിന് IB പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ അധികം നമ്മുടെ അടുത്ത് തന്നെ കൂടുതൽ 3 monthനാണ് ജോയിൻ ചെയ്യാം. പിന്നെ അവരെന്ത് ചെയ്യും, അവരുടെ ഇഷ്ടം കൊണ്ട് അവർ 1 yearലേക്ക് ചാടാൻ ചെയ്യാം. അപ്പോൾ 1 year വരുന്ന ഈ കുട്ടികൾക്ക് നമ്മൾ IBയും കൂടെ പ്രൊവൈഡ് ചെയ്യും. ഇൻഡസ്ട്രിയൽ വിസിറ്റ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഒരു ഡിസൈനിങ് ചെയ്ത ഒരു തുണി പുറത്തിറക്കണം എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ IBയും കൂടെ പ്രൊവൈഡ് ചെയ്യും. A to Z അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ആദ്യം ട്രെയിനിങ് നമ്മൾ പഠിക്കാം. വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അത് മാത്രമല്ല കേട്ടോ, മോണ്ടിസോറി TTC ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ, അറബിക് ഖാൻ, ഇസ്ലാമിക് TTC നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അപ്പുറത്തെ ക്ലാസ് പോയാൽ കാണാം അവിടെ ഫെയർവെൽ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ഇന്ന് ലാസ്റ്റ് എക്സാം ആയിരുന്നു. അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 7ഓളം കുട്ടികൾക്ക് എക്സാം ഇന്ന് ലാസ്റ്റ് ആണ്, ജോലി കിട്ടിയവരാണ്. അവരിപ്പോ ജോലിക്ക് വേണ്ടിയിട്ട് അവരുടെ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഇപ്പൊ നമ്മുടെ ജൂണിലെ ബാച്ച് സ്കൂൾ തുറക്കുമ്പോഴത്തേനും വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പൊ അവർക്ക് ജോലി കിട്ടി. 7 കുട്ടികൾക്ക് നമുക്ക് എക്സാമിന് മുന്നേ തന്നെ അവർക്ക് ജോലി കിട്ടി. ഞാൻ നോക്കി പല പ്രായപരിധി. ഇതിന് മെയിൻ ഹൈലൈറ്റ് ഒരു ടൈമാണ് 11 മണി തൊട്ട് 2:30 വരെ. അപ്പം നമ്മൾ അപ്പൊ വീട്ടമ്മമാർക്കൊക്കെ മക്കളൊക്കെ സ്കൂൾ ആഴ്ചയിൽ 3 ദിവസത്തെ ക്ലാസ്സേ ഉള്ളൂ. പിന്നെ കുറെ ഏജ് ഗ്യാപ്പ് വരുമ്പോൾ ഒരു ടെൻഷനാണ്, എന്താ ചെയ്യാം, ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഏത് ടൈം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അവരെ ഓൺലൈനായിട്ട് ട്രെയിൻ ചെയ്യും. പിന്നെ ഇപ്പൊ വരാൻ കഴിയാത്ത ദിവസങ്ങൾക്ക് നമുക്ക് ഓൺലൈൻ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാം. അതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഫിയർ ആണ് മാറി കിട്ടും. അതെ സ്റ്റേജ് ഫിയർ മാറും. അപ്പൊ ഏത് വീട്ടമ്മമാർക്ക് ധൈര്യമായിട്ട് പഠിക്കും.
പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജോലി സാധ്യതയുള്ള അതായത് വിദേശത്തും നാട്ടിലൊക്കെ ജോലി സാധ്യതയുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മളുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ HR മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് പോസ്റ്റിലേക്ക്, അക്കൗണ്ട്, അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ഏരിയയിലേക്ക് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിച്ചാൽ അവർക്ക് കയറാം. ഇതെനിക്ക് എന്തായാലും നല്ല ഉപകാരപ്പെടും. കാരണം എന്റെ മോള് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് നല്ലോണം വരപ്പൊക്കെ ചെയ്യും. എന്റെ ഒരു ആഗ്രഹം തന്നെ ഓണം അതാക്കണം എന്നുള്ളത് ചെയ്യാറുണ്ട്. ഞങ്ങൾ അറിയാനായിട്ട് എന്താ എന്റെ ഇതൊക്കെ വരുന്നത് ഫീ ഒക്കെ നമ്മള് അന്വേഷിച്ചാൽ ഏറ്റവും കുറഞ്ഞ ഫീലാണ് നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത്. എല്ലാം രണ്ടിലുണ്ട്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഉണ്ട്. ഇംഗ്ലീഷ് ഉണ്ട്. പിന്നെ മോണ്ടിസോറിയുടെ മെറ്റീരിയൽസ് ലാബ് ഉണ്ട്. എല്ലാം ഉണ്ട്. ഒരു കോളേജിൽ Outdoor എന്തൊക്കെയുണ്ടോ classes. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ത് ചെയ്യാം, എല്ലാ സ്പോക്കൺ ഇംഗ്ലീഷ് എല്ലായിടത്തും 2 മാസം കൊടുക്കും. 2 മാസം കൊണ്ട് സിലബസ് ആയിട്ട് പഠിച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷുകാരൻ ചെയ്യുന്നത് 10 മാസത്തെ ഫ്രീ ട്രെയിനിങ് കൂടെ കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യും, അതിലൂടെ നിങ്ങൾക്ക് ആ ട്രെയിനറോട് എന്ന് ഡെയിലി വിളിച്ച് സംസാരിക്കാം, ഡൗട്ട്സ് ചോദിക്കാം. എപ്പോഴും എന്ത് ചെയ്യും, അവരുടെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എന്ത് ഒരു സ്റ്റുഡന്റിന് ചെയ്യും, ഒരു കോച്ച് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നു. പിന്നെ ഇതിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ ആ ട്രെയിനർ നമ്മളുടെ ടൈമിനനുസരിച്ചാണ് ട്രെയിനർ നമ്മൾ പറയുന്ന ടൈമിനാണ് വീട്ടിലെ പണികളൊക്കെ ഒരുക്കിയിട്ട് ഫീ 3500 രൂപ മാത്രമേ ഉള്ളൂ. ഒരു വർഷത്തിലുണ്ടാവും.